ഹായ് ഓൾ, ലോമിനൻറ്റ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം JMIയുടെ GK കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ JMI പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. മുൻ വർഷത്തെ പേപ്പേഴ്സ് അതിൻ്റെ പാറ്റേണൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈകിയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ആർ ദർ ഇൻ ദി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ? UN എന്ന് തന്നെ ചോദിക്കുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ ചോദ്യമാണ്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്, ടു ബി ഫ്രാങ്ക്. അതിൽ ആൻസർ വരുന്നത് നമ്പർ 10 ആണ്. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 15 ആണ്. അതിൽ പെർമനൻറ്റ് മെമ്പേഴ്സ് 5 ആണ്. ബാക്കി വരുന്ന 10 മെമ്പേഴ്സ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ നമ്പർ 5 + 10 വരുന്നത്. ഈ പെർമനൻറ്റ് മെമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെർ ഇസ് ദി യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലൊക്കേറ്റഡ്? അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സ്ട്രാസ്ബർഗ് ആണ്. അതിന് യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതിന് പകരം സ്ട്രാസ്ബർഗ് കോർട്ട് എന്ന് കൂടെ പറയാറുണ്ട്. ഫ്രാൻസിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൺട്രി ഈസ് ദി ലാർജസ്റ്റ് ബൈ ലാൻഡ് ഏരിയ ഇൻ സൗത്ത് അമേരിക്ക? യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും വലിയ കൺട്രി ഏതാണെന്നാണ് ചോദ്യം ചോദിക്കാറ്. ഈ വർഷം കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കൺട്രി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി, ബ്രസീലാണ് ആൻസർ വരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കോണ്ടിനെൻസിലൊക്കെ തന്നെ ഏറ്റവും വലിയ കൺട്രി ഏതാണ്, ചെറിയ കൺട്രി ഏതാണെന്നൊക്കെ നോക്കി വെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. യൂറോപ്പിലെ ഏറ്റവും വലിയ കൺട്രി ഏതാണെന്ന് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര്, മുഴുവൻ കണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ലെവൽ കൂടിയതാണല്ലോ, കുറച്ചധികം ടഫ് ആണല്ലോ, അത് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത് കൃത്യമായിട്ട് പാറ്റേൺ വെച്ച് പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് JMI ലീഗൽ ഒരുപാട് പഠിച്ചുകൊണ്ട് JMI നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതിന് JMIയുടെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. അതിന് GKയും കറണ്ട് അഫയേഴ്സും ആണ് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കേണ്ടത്. പിന്നെ അതിന് സെക്കൻഡറി ആയിട്ട് ഇംഗ്ലീഷ്, മെൻ്റൽ എബിലിറ്റി ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഓരോ എക്സാമിൻ്റെയും പാറ്റേൺ മനസ്സിലാക്കിയ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞങ്ങളുടെ ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. ഏപ്രിലാണ് ക്ലാസ് തുടങ്ങുന്നത്. എല്ലാ എക്സാംസിൻ്റെ കോച്ചിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. CLE എക്സാം വരെയാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി സ്റ്റഡി ഓഫ് എർത്ത് ക്വേക്സ് കോൾഡ്? എർത്ത് ക്വേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിക്ക് പറയുന്നത് എന്താണെന്നാണ്. ഇത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നോക്കി വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓപ്ഷൻ ഡി, സീസ്മോളജി ആണ്. അതിൽ ഓപ്ഷൻ എ, പെഡോളജി എന്താണ്, പാലിയന്തോളജി എന്താണ്, പെട്രോളജി എന്താണെന്നൊക്കെ നോക്കി വെച്ചാൽ ഇത്തരത്തിലുള്ള എക്സാംസിൽ JMI അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്തായാലും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് എന്നാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് നോക്കിക്കോളൂ. അതിൽ ആൻസർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 എണ്ണം നമുക്ക് അറിഞ്ഞോളണം എന്നില്ല. അറിയുന്നത് നമുക്ക് ആദ്യം കണക്ട് ചെയ്ത് നോക്കാം. അതിൽ എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഓപ്ഷൻ സിയും 1ഉം വരുന്നത്. യുക്രൈൻ്റെ ക്യാപിറ്റൽ കീവ് ആണെന്നുള്ളത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ C1 ഉള്ളത് ഏതൊക്കെയാണ് നോക്കാം. ഇതിൽ C4 ആണ്, അതല്ല. C2 ആണ്. പിന്നീടുള്ളത് എയും ബിയും മാത്രമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് കെനിയ, നൈറോബി. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും, കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് D4 ഉള്ളത് നോക്കാം. D4 ഓപ്ഷൻ സിയിൽ അത് വരുന്നുണ്ട്. ഇതിൽ ഓപ്ഷൻ D3 ആണ് കൊടുത്തിട്ടുള്ളത്. റബാത്ത് എന്ന് പറയുന്നത് മൊറോക്കോയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ അത്തരത്തിൽ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് നോക്കി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസും യൂണിയൻ ടെറിട്ടറീസും നോക്കി വെക്കണം. എന്തായാലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു PDF, സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസിനുമുള്ള ഒരു PDF ലഭിക്കുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്റ്റേറ്റ് എന്നുള്ളൊരു മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിവിൽ റൈറ്റ്സ് ലീഡർ ഗേവ് ദി ഫേമസ് ഐ ഹാവ് എ ഡ്രീം സ്പീച്ച്? ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന സ്പീച്ച് ഏത് ഫേമസ് ആയിട്ടുള്ള ലീഡറാണ് കൊടുത്തതെന്നാണ് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും അത്. ഓപ്ഷൻ ഡി, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ്. US-ൻ്റെ ഫോമർ പ്രസിഡൻ്റൊക്കെ ആയിട്ടായിരുന്ന ആളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റിവർ ഫ്ലോസ് ത്രൂ ദി ഗ്രാൻഡ് കാനിയൻ? ഗ്രാൻഡ് കാനിയനിലൂടെ ഒഴുകുന്ന റിവർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ആൻസർ വരുന്ന ഓപ്ഷൻ എ, കൊളറാഡോ ആണ്. ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ജോഗ്രഫിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് റേറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച്? ബാങ്ക് റേറ്റ് RBI റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാംസിനൊക്കെ തന്നെ കാണാറുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കൃത്യമായിട്ട് ഓപ്ഷൻസ് നോക്കണം. അല്ല, ആൻസർ ഓപ്ഷൻ എ ആണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗീവ്സ് ദി ക്രെഡിറ്റ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. CRR, അതുപോലെ തന്നെ SLR എന്നൊക്കെ പറയുന്ന ഒരുപാട് RBI അല്ലെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി
വെച്ചിട്ട് തന്നെ എക്സാം ഹാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹു ഡ്രാഫ്റ്റഡ് ദി ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി തോമസ് ജെഫേഴ്സൺ ആണ്. ഒരു 5 മെമ്പേഴ്സ് കമ്മിറ്റി ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അതിൽ മെയിൻ ഓതർ എന്ന് പറയുന്ന ആളാണ് തോമസ് ജെഫേഴ്സൺ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഹു വാസ് നോൺ ആസ് ദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആൻഡ് പ്ലേഡ് എ കീ റോൾ ഇൻ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. അറിയുന്ന ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. ഇത്തരത്തിലുള്ള അയൺ മാൻ ഓഫ് ഇന്ത്യ, ഫാദർ ഓഫ് ദി നേഷൻ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നോക്കി വെക്കണം. ദാദാഭായ് നവറോജിയെ പറ്റി പറയുന്ന സമയത്ത് ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ്, ഡ്രെയിൻ തിയറി ഒക്കെ പറഞ്ഞിട്ടുള്ള ആളൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്, നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഹു ഈസ് നോൺ ആസ് ദി ക്വീൻ ഓഫ് പോപ്പ്. ക്വീൻ ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്. ഓപ്ഷൻ സി മഡോണയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ടിൽ ഡേറ്റ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ബെസ്റ്റ് സെല്ലർ ആയിട്ട് നിൽക്കുന്നൊക്കെ ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഓപ്ഷൻ സി, മഡോണ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദി ഓൺലി കൺട്രി ഇൻ ദി മോഡേൺ വേൾഡ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെക്ടാങ്കുലർ ഓർ സ്ക്വയർ നാഷണൽ ഫ്ലാഗ്. നാഷണൽ ഫ്ലാഗ് റെക്ടാങ്കുലോ സ്ക്വയറോ അല്ലാത്ത ഏത് കൺട്രി ആണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി നേപ്പാളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, 2 ട്രയാങ്കിൾസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത പോലെയുള്ള ഒരു നാഷണൽ ഫ്ലാഗ് ആണ് നേപ്പാളിൻ്റെത് വരുന്നത്. ഒരു റെഡ്, മജന്ത അങ്ങനെ എന്തോ ഒരു കളറിലാണ്. അപ്പോൾ അത് നോക്കി വെക്കുക, നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് വിച്ച് ഈസ് ദി ലാസ്റ്റ് ലാംഗ്വേജ് ടു ബി ഫൗണ്ട് ഓൺ ദി ലാംഗ്വേജ് പാനൽ ഓഫ് ആൻ ഇന്ത്യൻ കറൻസി നോട്ട്. ഇന്ത്യൻ കറൻസി നോട്ടിന് മുകളിൽ 15 ലാംഗ്വേജസ് ആണ് ഉള്ളത്. അതിലേറ്റവും അവസാനത്തെ ലാംഗ്വേജ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും മുൻപത്തെ വർഷങ്ങളിൽ JMIയിലേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എക്സാംസിലൊന്നും ഇത്തരത്തിലുള്ള ടഫ് അല്ല, എന്നാലും വളരെ കോമൺ ആയിട്ട് നമ്മുടെ കയ്യിലൂടെ ഒന്നും പാസ് ചെയ്ത് പോകുന്ന നോട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ JMI പോലുള്ള എക്സാംസിലാണ് നമ്മൾ കാണാറ്. ഉറുദു ആണ് ഏറ്റവും അവസാനത്തത്. ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണെന്ന് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദി ലാർജസ്റ്റ് ലേക്ക് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ലേക്ക് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലേക്ക് വിക്ടോറിയയാണ്. അത് നോക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ലേക്ക് ഏതാണ്, ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്, ഇന്ത്യയിലത് എവിടെയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേക്ക് ഏതാണ്, മാൻമെയ്ഡ് ലേക്ക് ഏതാണ്, അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നോക്കി വെക്കണം. ലാർജസ്റ്റ് ലേക്ക് ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ ചോദിക്കാറുണ്ട്, ലാർജസ്റ്റ് ലേക്ക് ഇൻ ദി വേൾഡ് ഇൻ ടേംസ് ഓഫ് വോളിയം ചോദിക്കാറുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവും. വളരെ കീനായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കസ് ബ്രൂട്ടസ് ഇസ് എ ഷേക്സ്പിയറിയൻ ക്യാരക്ടർ ഇൻ വിച്ച് പ്ലേ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഓത്തേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാരക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ജൂലിയസ് സീസറിലാണ് അത് ക്യാരക്ടർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഹു വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് വിത്തൗട്ട് ഓക്സിജൻ. ഫസ്റ്റ് ഇന്ത്യൻ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ഇന്ത്യൻ ലേഡി ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്സിജൻ്റെ ഹെൽപ്പ് ഇല്ലാതെ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത ആദ്യത്തെ ആളാരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി റെയിൻഹോൾഡ് മെസ്നർ ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ കൂടെ ഓക്സിജൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. ആളുടെ പേര് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 മെമ്പർ സ്റ്റേറ്റ്സ് വിച്ച് ക്യാൻ വീറ്റോ ഡിസിഷൻസ് മെയ്ഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ആർ. നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ UN റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് എത്രയാണെന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമനൻറ്റ് മെമ്പേഴ്സ് 5 ആണ്. ആ 5 പെർമനൻറ്റ് മെമ്പേഴ്സിന് തന്നെയാണ് വീറ്റോ പവർ ഉള്ളത്. ആ 5 മെമ്പേഴ്സിന് ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ കോഡാണ്. ഞങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആളായിരിക്കും ഫുക്രു. അങ്ങനെ ആലോചിച്ചാൽ മതി, വളരെ സിമ്പിളാണ്. ഫ്രാൻസ്, US, ചൈന, റഷ്യ, UK. ആ ഒരു കോഡ് ആലോചിച്ചാൽ മതി. അതാണ് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കോഡ് അതാണ്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മുഗൾ എംപറർ വാസ് ദി ഫാദർ ഓഫ് ജഹാനാര ബീഗം. ആൻസർ ഹിസ്റ്ററി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഷാജഹാൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോം റൂൾ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഡാഷ്. ഓപ്ഷൻ ഡി ലാൽ ഗംഗാധർ റാവു തിലക്. ആനി ബസൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 1916 ഹോം റൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക ഇയർ. വേർ ഡിഡ് ദി ഫസ്റ്റ് ഫിഫ വേൾഡ് കപ്പ് ടേക്ക് പ്ലേസ്. സ്പോർട്സ് എന്നുള്ള 3-ാമത്തെയോ 4-ാമത്തെയോ ക്വസ്റ്റ്യൻ ആണ് ഒരൊറ്റ വർഷത്തെ പേപ്പറിൽ തന്നെ. അതും വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വേൾഡ് കപ്പ് എവിടെയാണ് നടന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഉറുഗ്വേയിലാണ്. 1930 വിന്നർ ആയിട്ടുള്ളതും. ഫസ്റ്റ് എവർ വേൾഡ് കപ്പിൻ്റെ വിന്നറും ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ള ഉറുഗ്വേ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഷാറൂഖ് ഖാൻ സഫേർഡ് ഫ്രം വിച്ച് ഡിസോർഡർ ഇൻ ദി ഫിലിം മൈ നെയിം ഇസ് ഖാൻ. ഒരുപാട് മുൻപ് ഇറങ്ങിയ ഫിലിമാണ്. അതിൽ ആ ഫിലിമിൽ ഷാറൂഖ് ഖാൻ്റെ
അസുഖം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആസ്പെർഗേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിന് അതിൽ ക്യാരക്ടർ ചെയ്തതിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദി ലങ്സ് ഓഫ് ദി എർത്ത് ഡ്യൂ ടു ഇറ്റ്സ് വാസ്റ്റ് റെയിൻ ഫോറസ്റ്റ്? അതിൽ ഓപ്ഷൻ ബി ബ്രസീലാണ്. ലോകത്തിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 20% ബ്രസീലിൽ നിന്നാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ലങ്സ് ഓഫ് ദി എർത്ത് എന്ന് ബ്രസീലിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി നെയിം ഓഫ് ദി ന്യൂക്ലിയർ ഡിസാസ്റ്റർ ദാറ്റ് ഒക്കേർഡ് ഇൻ യുക്രൈൻ ഇൻ 1986? സീരീസ് കണ്ടുള്ള ആളുകൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഷെർണോബൈൽ ഡിസാസ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആനിമൽ ഹാസ് ദി ലാർജസ്റ്റ് ബ്രെയിൻ ഓഫ് എനി ക്രിയേച്ചർ ഓൺ എർത്ത്? ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ സി സ്പേം വെയിൽ ആണ്. 8 to 9 kg അല്ലെങ്കിൽ കിലോഗ്രാം അതിൻ്റെ ബ്രെയിനിന് വെയിറ്റ് വരുന്നതാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വെൻ ദി പൊക്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റ് വർ കണ്ടക്റ്റഡ്? പൊക്രാൻ 2 ആണ്, 1 അല്ല. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി എന്നുള്ള ആൻസർ പോയിട്ട് റോങ് ആയിട്ട് ക്ലിക്ക് ചെയ്യരുത്. ഓപ്ഷൻ ബി അടൽ ബിഹാരി വാജ്പേയി ആണ്. പൊക്രാനിൽ നടന്ന ആദ്യത്തേതിൻ്റെതാണ് ഇന്ദിരാഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. അതിൻ്റെ കോഡ് നെയിം എന്ന് പറയുന്നത് ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു. പൊക്രാൻ 2 അടൽ ബിഹാരി വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നടന്നതിൻ്റെ കോഡ് നെയിം അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈസീന ഹിൽസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൽഹിയിലാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രപതി ഭവൻ അതുപോലെ ഒരുപാട് ബിൽഡിങ്സ് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ റൈസീന ഹില്ല് എന്ന് പറയുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ദി 1970s ബൈ ദി മൗണ്ടെയിൻ വിമൻ ഓഫ് നോർത്ത് ഇന്ത്യ ഹു ഹഗ്ഡ് ട്രീസ് ടു സേവ് ദം ഫ്രം ബീങ് കട്ട് ഡൗൺ? മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ഹിന്ദി കുറച്ചറിയുന്ന ആളുകളാണെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ചിപ്കോ മൂവ്മെൻ്റ് ആണ്. ചിപ്കോ എന്ന് പറഞ്ഞാൽ അതിനെ ടു ഹഗ് എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ചിപ്കോ മൂവ്മെൻ്റ് ആണ് ആൻസർ വരുന്നത്. ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IMF ആൻഡ് വേൾഡ് ബാങ്ക് ആർ ലൊക്കേറ്റഡ് അറ്റ്? IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് രണ്ടും എവിടെയാണ്? വാഷിങ്ടൺ DC തന്നെയാണ്. ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും വരാറുണ്ട്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, UN എല്ലാത്തുനിന്നും വരാറുണ്ട്. ബ്രെട്ടൺ വുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുള്ളത് IMFും അതുപോലെ തന്നെ വേൾഡ് ബാങ്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് SUV സ്റ്റാൻഡ്സ് ഫോർ ഇൻ ദി ഓട്ടോമോട്ടീവ് വേൾഡ്? ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. അതിന് ആൻസർ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. ഓപ്ഷൻ സി ആണ് SUVയുടെ ഫുൾ ഫോം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനൈസേഷൻ എയിംസ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ദി വേൾഡ്സ് ഫോറസ്റ്റ്? അത് ഓപ്ഷൻ ഡി FAO ആണ്. യുണൈറ്റഡ് നേഷൻസ് ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് FAO എന്ന് പറയുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഹൂ ഈസ് നോൺ ആസ് ദി ഗ്രീക്ക് ഗോഡ് ഓഫ് ബോളിവുഡ്? ബോളിവുഡിലെ ഗ്രീക്ക് ഗോഡ് എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൃത്തിക് റോഷൻ ആണ്. ബോളിവുഡ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ സെലിബ്രിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുൻപ് കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദി വേൾഡ് അമംഗ് ദി ഇന്ത്യൻ ലാംഗ്വേജസ് ആഫ്റ്റർ ഹിന്ദി? ഓപ്ഷനും ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബംഗാളി ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാറ്റീവ് സ്പീക്കേഴ്സ് ഉള്ള ലാംഗ്വേജ് ഏതാണെന്ന് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്? ഫസ്റ്റ് ഇൻ ഇന്ത്യ പോലെ തന്നെ മറ്റുള്ളതിലും റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് ഇൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ട്രിക്വേലി എന്ന് പറയുന്ന ആളാണ്. ഇപ്പോഴത്തെ കറൻറ്റ് സെക്രട്ടറി ജനറൽ വരുന്നത് ആന്റോണിയോ ഗുട്ടറസ് ആണ്, പോർച്ചുഗീസ് ആയിട്ടുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ദി INC? INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബദറുദ്ദീൻ ത്യാബ്ജി ആണ്. ഫസ്റ്റ് പ്രസിഡന്റ് വരുന്നത് WC ബാനർജി ആണ്. ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് വരുന്നത് ആനി ബെസന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി സ്മോളസ്റ്റ് ബോൺ ഇൻ ദി ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ചെറിയ എല്ല് നമ്മുടെ ചെവിയിലുള്ള സ്റ്റേപ്പസ് എന്ന് പറയുന്നതാണ്. ഏറ്റവും വലുത് വരുന്നത് ഫെമ്യൂർ എന്ന് പറയുന്നത് നമ്മുടെ തൊടയലിലാണ് അല്ലെങ്കിൽ തൈബോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. April 22 ആണ് ആൻസർ വരുന്നത്. ദി ഫേമസ് സ്റ്റാറ്റ്യൂ ഓഫ് ദി ക്രൈസ്റ്റ് റിഡീമർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്? റിയോ ഡി ജനീറോ. അത് ബ്രസീലിലാണ്. ചിലപ്പോൾ എല്ലാവർക്കും ബ്രസീലിലാണ് ഇതെന്ന് അറിയുമായിരിക്കും. റിയോ ഡി ജനീറോ എന്ന് പറയുന്നത് ബ്രസീലിലാണ്. അതുകൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആവണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് സിറ്റി എക്സ്പീരിയൻസ്ഡ് എ ഡിവാസ്റ്റേറ്റിംഗ് earthquake in 2011 റിസൾട്ടിംഗ് ഇൻ എ ന്യൂക്ലിയർ ക്രൈസിസ് ഡ്യൂ ടു ഡാമേജ് ടു ന്യൂക്ലിയർ റിയാക്ടേഴ്സ്? ഇതും എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ തന്നെയാണ്. ജപ്പാനിലാണ്. കുറച്ചും കൂടെ എന്താ പറയുക, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓപ്ഷൻ എ ഫുക്കുഷീമ എന്നുള്ളത് ജപ്പാനിലാണ്. 2011 ജപ്പാനിൽ നടന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ജപ്പാനിലെ ഫുക്കുഷീമയിലായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്.
വിച്ച് ആക്ടർ പ്ലേഡ് ദി ഐക്കോണിക് ക്യാരക്ടർ ഓഫ് ജെയിംസ് ബോണ്ട് ഇൻ ദി ലോങ്സ്റ്റ് ടെന്യൂർ? ഏറ്റവും കാലയളവിൽ ജെയിംസ് ബോണ്ട് ക്യാരക്ടർ ചെയ്തത് ഡാനിയൽ ക്രെയിഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് ബി ഇസ് എ പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടനിങ് ഇൻഫെക്ഷൻ ഓഫ് ദി ഡാഷ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ലിവർ ആണ്. പല ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതൊരു ഇൻഫ്ലേഷൻ ഓഫ് ദി ലിവർ എന്ന് പറയുന്ന, ലിവർ വലുതായി വരുന്ന ഒരു സിറ്റുവേഷൻ, അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ABCD അങ്ങനെ ഒരുപാടുണ്ട്. വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദി റെഡ് പ്ലാനറ്റ്? ഓപ്ഷൻ എ മാർസ് ആണ്. ഈ സോളാർ സിസ്റ്റം എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ക്ലീൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, MGയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു തീർക്കുക മുഴുവനായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ JMIയുടെ ഒരു പ്രീവിയസ് ഇയർ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. JMI പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് വീണ്ടും ഞാൻ പറയുകയാണ്, GKക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് വരുന്നത്. ഫുൾ ടൈം ലീഗലിൽ തന്നെ ഇരിക്കാതെ, അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി ഇംഗ്ലീഷിൽ തന്നെ ഇരിക്കാതെ GKക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സാമാണ് JMI എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.